അത് മനുഷ്യനിൽ വലിയ പരിവർത്തനത്തിന് കാരണമാകും. പ്രിയമുള്ളവരെ, ദൈവം എന്ന് പറയുന്നത് ദൈവത്തിന് അസാധ്യമായി ഭൂമിയിലൊന്നുമില്ല. ദൈവത്തിന്റെ മഹാദാനത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നാം ദൈവവചനത്തിന് മുമ്പിൽ ശിരസ്സ് നമിച്ച് ദൈവത്തെ സ്തുതിക്കാനായി തുനിയുന്ന നിമിഷങ്ങളിലെല്ലാം ദൈവം നമ്മളിൽ സജീവ സാന്നിധ്യമായി, അനുഗ്രഹമായി, ശക്തിയായി, കൃപയായി നമ്മളിൽ വന്നു നിറയുകയാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ലോകത്തിലൊന്നുമില്ല എന്നുള്ളതിന്റെ വ്യക്തമായ അടയാളവും അതിന്റെ ഉത്തരവുമാണ് ദൈവം കർത്താവായ യേശുക്രിസ്തു പരമപരിശുദ്ധനായ ദൈവമാണ്. പരിശുദ്ധനായ ദൈവം ഈ ലോകത്തിലുള്ള പാപികളായ മനുഷ്യരെ രക്ഷിക്കാനായിട്ട്, മനുഷ്യജന്മമെടുക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടത് പരിശുദ്ധ കന്യകാമാതാവിനെയാണ്. അതായത് അമലോത്ഭവ പാപമില്ലാത്തവളായി തെരഞ്ഞെടുക്കപ്പെട്ടു. ജന്മപാപമില്ലാത്തവരായി ലോകത്തിൽ രണ്ട് വ്യക്തിത്വങ്ങളെ ഉള്ളൂ. ഒന്ന് പരിശുദ്ധനായ കർത്താവായ യേശുവും മനുഷ്യവംശത്തെ അവന്റെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും വീണ്ടെടുത്ത് മോചിപ്പിക്കാനായി, മനുഷ്യജന്മമെടുക്കാനായി പാപിയായി ഒരു മനുഷ്യന്റെ ഉദരത്തിൽ പിറക്കുക അസാധ്യമാകയാൽ പാപമില്ലാത്തവളായി, പരിശുദ്ധയായി, അമലോത്ഭവയായി പരിശുദ്ധ കന്യകയെ തിരഞ്ഞെടുത്തു എന്നത് തന്നെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നത് തന്നെയാണ്.